ഹായ് കൂട്ടുകാരെ, ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലെ 4 മണിക്കാറ്റ് എന്നുള്ള ഒരു സ്ഥലത്താണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും വയലുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ നല്ല കാറ്റാണ്. അതുകൊണ്ടായിരിക്കാം 4 മണിക്കാറ്റ് എന്നുള്ള പേര് തന്നെ ഇതിന് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവരുമായി വൈകുന്നേരങ്ങളിലൊക്കെ അല്പനേരം സംസാരിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്ന ഒരു വഴിയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. നമ്മുടെ കുട്ടികളുമായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നത്. കാരണം ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. സ്ലൈഡ് ചെയ്യാനും അതുപോലെ ഊഞ്ഞാൽ ആടാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതൊരു സ്ലൈഡിംഗ് ആണ്. നമ്മുടെ ഒരു പ്ലാവിൻ്റെ മാതൃകയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിലൊരു ചക്കയൊക്കെ കിടക്കുന്നേ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ കയറി, ലച്ചുവും മോളും ചേച്ചിമോളും ഒക്കെ ഇതിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ്. നല്ല ക്ലീൻ, എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റാണ് ഇവിടെ. അവിടുത്തെ കല്ലുകൾക്ക് പോലും നമ്മൾ ഈ നടന്നു പോരുന്ന വഴിയിൽ ചെറിയ ചെറിയ ഉരുണ്ട കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇവിടെ കാണാൻ പറ്റും. നന്നായിട്ട് തന്നെ കളറ് ഒക്കെ കൊടുത്തിട്ട് അമ്മയുടെ രൂപത്തിലും തവളയുടെ രൂപത്തിലും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 മണിക്കാറ്റ് ആസ്വദിക്കാൻ എത്തുന്നവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള 4 മണി പലഹാരങ്ങളും ഇവിടെ ലഭിക്കും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ 10ഓളം സ്റ്റാളുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സ്റ്റാളിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയെന്ന് പറയുന്നത് അങ്ങനെ പ്ലാൻ ചെയ്ത് എത്തിയതൊന്നുമല്ല. നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്, അതായത് അമ്മയുടെ അനിയത്തിയുടെ വീട് ഇവിടെയാണ്. അപ്പം ഇതുവഴിയാണ് നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാം എന്ന് വെച്ചത്. അപ്പം നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ. അതുപോലെ തന്നെ 4 മണിക്കാറ്റ് ആസ്വദിക്കാൻ എത്തുന്നവർക്ക് അതിമനോഹരമായ ഇരിപ്പിടങ്ങളും അധികൃതർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് വള്ളത്തിൻ്റെ മാതൃകയിലുള്ള ഇരിപ്പിടമാണ്. നമ്മുടെ പാതയോരങ്ങളൊക്കെ എത്രത്തോളം മനോഹരമാക്കി തീർക്കാം എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് കോട്ടയത്തെ 4 മണിക്കാറ്റ് എന്ന സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെ തന്നെ ലഭ്യമാണ്. അതാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതും. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ലൈബ്രറി ഉണ്ട്. അതിൽ കുറേ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന അന്ന് ലൈബ്രറി അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടുത്തെ ആൾ വന്നിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു പാർക്കോ ഒന്നുമല്ല, ഇതൊരു വഴിയോര വിശ്രമ കേന്ദ്രമാണ്. അവിടെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നിരുന്ന സമയമെന്ന് പറയുന്നത് ഒരു 6 മണിയോളം ആയായിരുന്നു. അപ്പം വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട് അവിടുത്തെ തിരക്കും കാര്യങ്ങളും. കാരണം ഒരുപാട് വണ്ടികൾ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങളും അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു. കാറ്റ് 4 മണിക്കാറ്റൊക്കെ ആസ്വദിച്ചു. ഞങ്ങൾ 4 മണിക്കാറ്റല്ല കേട്ടോ ആസ്വദിച്ചേ, ഒരു 6 മണിക്ക് ശേഷമുള്ള കാറ്റാണ് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് തോന്നിയത് അവിടുത്തെ ഇരിപ്പിടങ്ങളാണ്. നല്ല ഭംഗിയാണ്, ഇരിക്കാനും നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 ഭാഗത്തും വയലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വയലിലൊക്കെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് പയർ കൃഷിയാണ്. അപ്പോൾ ആൾക്കാർ അവിടേക്ക് ഇറങ്ങിയൊക്കെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഗവേഷകനായ ഡോക്ടർ പുന്നൻ കുര്യനാണ് 4 മണിക്കാറ്റ് എന്ന ആശയം മുന്നോട്ട് വച്ചത്. 2011 മണർകാട് 4 മണിക്കാറ്റ് എന്ന വഴിയോര സായാഹ്ന വിശ്രമ കേന്ദ്ര പദ്ധതി രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4 മണി പലഹാരങ്ങൾ വ്യത്യസ്തമായിരുന്ന രുചിയിലും രൂപത്തിലും ഒക്കെ നമുക്ക് 4 മണി പലഹാരങ്ങൾ കിട്ടും. അതുപോലെ തന്നെ കാച്ചിൽ പുഴുക്ക് ഇവിടുത്തെ ഒരു വെറൈറ്റി ആഹാരമാണ്. എപ്പോൾ ചെന്നാലും ഇവിടെ കാച്ചിൽ പുഴുക്കൊക്കെ കാണും. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് പോകാനുള്ള ടൈമൊക്കെ ആയി. കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കിനിയും വീട്ടിൽ പോകേണ്ട സമയമൊക്കെ ആയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവഴി കടന്നു പോകുന്നവരൊക്കെ നമ്മുടെ 4 മണിക്കാറ്റ് ഒന്ന് ആസ്വദിച്ചിട്ട് പോവുക. പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കേ.